ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ ദൈവവചനത്തിലൂടെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വന്നത്. യേശു കർത്താവ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ അവിടെ ഒരു സ്ഥലത്തും യേശു കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഇരിമ്യ പ്രവാചകൻ 32:27 ദൈവം പറഞ്ഞു, ഞാൻ സകല ജനത്തിൻ്റെയും ദൈവമാകുന്നു. കണ്ട, ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുക. ഞാൻ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടില്ല. ഞാൻ സകല ജനത്തിൻ്റെയും ദൈവമാകുന്നു, എനിക്കസാധ്യമായി ഒരു കാര്യവുമില്ല. ഇതാണ് വിശ്വസിക്കേണ്ടത്. ചില ആൾക്കാർ പറയാ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു കർത്താവ്. യേശു കർത്താവിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, നിറമില്ല, ഒരു വ്യത്യാസവുമില്ല. ആര് വേണമെങ്കിലും യേശുവേന്ന് വിളിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വാഴും. യേശു എന്ന് പറയുന്നത് സ്നേഹമാണ്. യേശു എന്ന് പറയുന്നൊരു ദൈവമാണ്. അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. സകല സൃഷ്ടികളുടെ ദൈവമാണ് കർത്താവ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:27 പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ആര് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. നമുക്ക് അസാധ്യമെന്ന് തോന്നും, എന്നാൽ ദൈവത്തിന് സകലത് സാധ്യമാണ്. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു കർത്താവ്. യേശു കർത്താവ് ആരുടെ ദൈവമാണ്? വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവരുടെ മേലെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ രുചിച്ചറിയണം. എങ്ങനെ രുചിച്ചറിയും? തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മാധുര്യമുള്ള ആ സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം യേശു നമ്മുടെ ദൈവമാണ്, നിങ്ങളുടെ ദൈവമാണ്, യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇനി ഒരിക്കലും നിങ്ങൾ ആരും പറയരുത് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. നിങ്ങളുടെ ദൈവമാണ് യേശു കർത്താവ്. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നല്ലൊരു വെളിപ്പാട് തരട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ.